ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോയും കൊണ്ടാണ്. പറമ്പിൽ നല്ലവണ്ണം പുല്ലൊക്കെ പിടിച്ച് കാട് പോലെ കിടക്കുകയാണ്. ഒന്നുകിൽ ഒരാളെ വെച്ചിട്ട് ഇത് ക്ലീൻ ചെയ്യിച്ചിട്ട് അയാൾക്ക് പൈസ കൊടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ കുത്തിക്കൂനിയിരുന്ന് ഇതെല്ലാം ക്ലീൻ ചെയ്യണം. അപ്പോൾ ഇന്ന് അതൊന്നും അല്ല ചെയ്യുന്നത്. അതിനു പകരം അടുക്കളയിൽ നിന്ന് കുറച്ച് ഇൻഗ്രീഡിയൻസ് എടുത്ത് ഇതെല്ലാം ക്ലീൻ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിനു മുന്നേ ആ ഒരു ഏരിയയും എത്രത്തോളം പുല്ലുണ്ട് എന്നുള്ളതും ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇവിടുത്തെ പുല്ലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പെട്ടെന്ന് നമുക്ക് പിഴുതെറിയാൻ പറ്റാത്ത രീതിയിലുള്ള പുല്ലാണ് കേട്ടോ അധികവും. അതിൻ്റെ വേരുകളൊക്കെ മൊത്തത്തിൽ അങ്ങ് സ്പ്രെഡായിട്ട് വളരെയധികം ഹാർഡാണ്. നമുക്ക് വലിച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് അങ്ങ് വരുന്ന രീതിയിലുള്ള പുല്ലല്ല. അപ്പോൾ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ എങ്ങനെയാണ് ഇത് ക്ലീൻ ചെയ്യാന്നുള്ളത്. അപ്പോൾ ഇതിനായിട്ട് നമുക്കൊരു സൊല്യൂഷൻ ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് ഞാനൊരു വലിയ പാത്രം എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് 1 ലിറ്റർ വിനാഗിരിയാണ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് വേണം എടുക്കാനായിട്ട്. ഇനി നമ്മൾ എടുക്കുന്നത് 1 കിലോ ഉപ്പാണ്. സാധാരണ നമ്മൾ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന പൊടിയുപ്പാണ് എടുത്തിരിക്കുന്നത്. ഉപ്പ് നമുക്ക് പൊട്ടിച്ച് ഈ പാത്രത്തിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. എടുത്തു വച്ചിരിക്കുന്ന വിനാഗിരി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഉപ്പ് ഞാൻ ഫുൾ എടുത്തിട്ടുണ്ട്, ഒരു പാക്കറ്റ് ഫുൾ എടുത്തിട്ടുണ്ട്. വിനാഗിരിയും 1 ലിറ്റർ ഫുൾ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഈ ഉപ്പ് ഇതിനകത്തേക്ക് നന്നായിട്ട് തന്നെ മിക്സായി വരണം. അടുത്തതായിട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് സോപ്പ് പൊടിയാണ്. ഞാനിവിടെ വീലിൻ്റെ സോപ്പ് പൊടിയാണ് ഉപയോഗിക്കുന്നത്. ഇത് 1 കിലോൻ്റെ പാക്കറ്റാണ്. ഇതിനകത്തുനിന്ന് ഒരു 1/4 ഭാഗം മാത്രമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ലിക്വിഡ് സോപ്പ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. സോപ്പ് പൊടി ഉപയോഗിക്കുമ്പോൾ അത് ഇതിനകത്തേക്ക് അലിഞ്ഞു ചേരാനായിട്ട് കുറച്ച് സമയമെടുക്കും. അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. സോപ്പ് പൊടി വേണമെങ്കിൽ സോപ്പ് പൊടി തന്നെ ഉപയോഗിക്കാം. ഈ ഒരു സൊല്യൂഷൻ്റെ പ്രിപ്പറേഷന് നമ്മളൊരു വലിയ പാത്രം എടുക്കുന്നത് തന്നെയാണ് നല്ലത്. ഈ സോപ്പ് പൊടി അല്ലെങ്കിൽ ലിക്വിഡ് സോപ്പ് നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുമ്പോഴേക്കും ഇത് വല്ലാണ്ട് അങ്ങ് പതഞ്ഞു പൊങ്ങും. അപ്പോൾ ഒത്തിരി വലിയ പാത്രം എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ എൻ്റെ പാത്രത്തിൽ നിന്ന് ഓവർഫ്ലോ ആവാൻ തുടങ്ങുന്നുണ്ട്. ഞാൻ എന്തായാലും ഇതൊരു ബക്കറ്റിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഞാൻ ആ സൊല്യൂഷൻ ഒരു ബക്കറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സോപ്പ് പൊടിയും വിനാഗിരിയും ഉപ്പും ഒക്കെ കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഉപ്പും സോപ്പ് പൊടിയും അതിനകത്തേക്ക് നന്നായിട്ടൊന്ന് അലിഞ്ഞ് കിട്ടണം നമുക്ക്. അപ്പോൾ ഇതിൻ്റെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് കുറച്ച് ടൈം കൺസ്യൂമിങ് പ്രോസസ്സ് തന്നെയാണ് കേട്ടോ. കാരണം ഈ ഒരു സോപ്പ് പൊടിയും ഉപ്പും ഇതിനകത്തേക്ക് അലിഞ്ഞ് ചേരാൻ കുറച്ച് ടൈം അധികം തന്നെ എടുക്കും. അപ്പോൾ നല്ലവണ്ണം തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ആ പതഞ്ഞു പൊങ്ങി വന്നതെല്ലാം ഒന്ന് സെറ്റിലായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ വീണ്ടും ആ പഴയ പാത്രത്തിലേക്ക് ഈ ഒരു സൊല്യൂഷൻ മാറ്റി കൊടുക്കുകയാണ്. ഇതിന് ശേഷം നമുക്കൊരു കുപ്പിയിലേക്ക് ആക്കേണ്ടതുണ്ട്. ആ സമയത്ത് നമുക്ക് കുറച്ചും കൂടി കൺവീനിയൻ്റ് ആയിട്ട് തോന്നുന്നത് അതാണ്. അതുകൊണ്ടാണ് വീണ്ടും ആ പാത്രത്തിലേക്ക് തന്നെ ഇത് മാറ്റി കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ സൊല്യൂഷൻ റെഡി ആയിട്ടുണ്ട്. പക്ഷേ ഇതിനകത്തെ ഉപ്പ് കുറച്ചുകൂടൊക്കെ അലിയാനുണ്ട്. അത് നമുക്ക് കുഴപ്പമില്ല. ഫുള്ളായിട്ട് അലിഞ്ഞ് കിട്ടിയില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. എന്നാലും ഒരു നല്ലൊരു പങ്ക് ഇതിനകത്തേക്ക് അലിഞ്ഞ് ചേരുക തന്നെ വേണം. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഞാനിപ്പോൾ ഇളക്കിയെടുക്കുമ്പോഴേക്കും ആ തവിയിൽ കുറേയൊക്കെ ഉപ്പ് കയറി വരുന്നുണ്ട്. അത് നമുക്ക് കുഴപ്പമില്ല. ഇനി നമുക്ക് ഈ സൊല്യൂഷൻ ഒരു കുപ്പിയിലേക്ക് മാറ്റാം. 1.5 ലിറ്ററിൻ്റെ ഒരു സോഡയുടെ ബോട്ടിലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിനകത്തേക്ക് നമുക്ക് ഈ സൊല്യൂഷൻ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആ സൊല്യൂഷൻ ബോട്ടിൽ നിറച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സ്പ്രേയർ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും. 30 രൂപയാണ് കേട്ടോ ഇതിനായിട്ടുള്ളൂ. ഇനി നമുക്ക് ഈ ഒരു സൊല്യൂഷൻ പുല്ലിലേക്ക് നന്നായിട്ട് തന്നെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. സ്പ്രേ ചെയ്യുമ്പോൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം ഇതാണ്, അതിൻ്റെ കടക്കിലേക്ക് നമ്മൾ ഒരിക്കലും ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കരുത്. അതിൻ്റെ ഇലകളിലേക്കാണ് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ മണ്ണിൻ്റെ രാസഘടനയ്ക്കൊന്നും മാറ്റം വരുത്തുന്നില്ല. നമ്മുടെ മണ്ണിൻ്റെ ആ ഒരു ക്വാളിറ്റി ഒന്നും നശിഞ്ഞു പോകുന്നില്ല. അതേസമയം നമ്മൾ ഡയറക്റ്റായിട്ട് മണ്ണിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് ആ ഒരു മണ്ണ് ഒന്നിനും തന്നെ യൂസ് ചെയ്യാൻ പറ്റില്ല. ഒട്ടും ഒരു ചെടി നടാനോ ഒന്നിനും തന്നെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇനി നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ പുല്ലുള്ള ഭാഗത്തേക്ക് ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതിൽ ഒരു ഭാഗം ഞാൻ സ്പ്രേ ചെയ്യാതെ വിടുന്നുണ്ട് കേട്ടോ. കാരണം ഇവിടെയുള്ള പുല്ലിൻ്റെ
ഒരു മെജോറിറ്റി ഭാഗം എന്ന് പറയുന്നത് മുക്കുറ്റിയാണ്. മുക്കുറ്റി വളരെയധികം ഔഷധ ഗുണങ്ങളുള്ള ഒരു സസ്യം തന്നെയാണ്. അത് സൈനസൈറ്റിസിനൊക്കെ വളരെ എഫക്റ്റീവാണ്. അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ നമ്മൾ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് തന്നെ സ്പ്രേ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ചെയ്യുമ്പോഴുള്ള മറ്റൊരു പ്രധാന കാര്യം ശ്രദ്ധിക്കേണ്ടത്, വെയിലുള്ള ദിവസം മാത്രം ഇത് ചെയ്യാൻ ശ്രദ്ധിക്കുക. മഴയുള്ള ദിവസങ്ങളിൽ ഇത് ചെയ്തു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ എഫക്റ്റ് കിട്ടില്ല. സ്പ്രേ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം 1 മണിക്കൂറിന് ശേഷമുള്ള ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ആ സമയം കൊണ്ട് തന്നെ പുല്ലൊക്കെ നന്നായിട്ട് വാടി തുടങ്ങിയിട്ടുണ്ട്. ഇനി തൊട്ടടുത്ത ദിവസത്തെ കാഴ്ചയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ ഒരു കാഴ്ചയിൽ ഈ സൊല്യൂഷൻ അടിച്ച പുല്ലുകളും അത് അടിക്കാത്ത തുളസി ചെടിയും തമ്മിൽ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാവും. കാരണം തുളസി ചെടികളെ ഒഴിവാക്കിയിട്ടാണ് ഞാൻ അടിച്ചു കൊടുത്തത്. ഈ ഒരു ഭാഗം നമ്മൾ സ്പ്രേ ചെയ്തിട്ടില്ല. ഇവിടെ മുക്കുറ്റിയും അതുപോലെ തന്നെ വേപ്പും ഒക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. ഇനി ഇത് സ്പ്രേ ചെയ്തതിന് ശേഷം 2ാമത്തെ ദിവസത്തെ കാഴ്ചയാണ് കേട്ടോ. ഇത് 3ാമത്തെ ദിവസത്തെ കാഴ്ചയാണ്. ഇത് 4ാമത്തെ ദിവസത്തെ കാഴ്ചയാണ്. പുല്ലൊക്കെ നന്നായിട്ട് ഉണങ്ങി തന്നെ വന്നിട്ടുണ്ട്. ഇടയിലിടയിൽ നമ്മൾ ആ കാണുന്ന പച്ചപ്പെന്ന് പറയുന്നത് നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ വിട്ടുപോകുന്ന ഭാഗങ്ങളാണ്. കാരണം അതിനിടയിൽ ഈ പറഞ്ഞ പോലെ തുളസിയും വേപ്പും അതുപോലെ തന്നെ വാത്സ്യവും ഒക്കെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിനെയൊക്കെ ഒഴിവാക്കിയിട്ടാണ് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്തത്. അതുപോലെ കുറച്ച് മുക്കുറ്റിയും നമ്മൾ മാറ്റി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു, ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. അപ്പോൾ വീണ്ടും കാണാം മറ്റൊരു നല്ല വീഡിയോയുമായി. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.